ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷനിലുള്ള ആ മാക്സിമം കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള മാസ് വ്യൂ തന്നെയാണ്. വീടിൻ്റെ മുറ്റം ഭംഗിയായാൽ വീട് ഭംഗിയായി എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്പേസുകൾ ഈ വീട്ടിലുണ്ട് കേട്ടോ. നമുക്ക് നേരെ വീടിനകത്ത് കയറി ലിവിങ് വേറെ ഡൈനിങ് വേറെ അങ്ങനത്തെ സിസ്റ്റമേ ഇല്ല. ഈ കാണുന്ന ഏരിയ ആണ് ലിവിങ് സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ കിട്ടുന്ന രീതിയിൽ വലിയ വിൻഡോകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് കളർ തീം ആണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷൻ ആണ് ഇതിന് മൊത്തം ഡിസൈനിൽ വന്നിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ബെഡ്റൂമാണ് ഏകദേശം 10x10 സൈസിലുള്ള ഒരു ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. 10x10 സൈസ് തന്നെയാണ്, വലിയൊരു റൂമാണ്. ഹായ് ഫ്രണ്ട്സ്, അടിപൊളി വീടുകൾ ആരാണ് ഇഷ്ടപ്പെടാത്ത? ഇത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മോഡേൺ വീടാണ്. മോഡേൺ വീടുകൾ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഡിസൈൻഡ് ആയിരിക്കും, കാണുമ്പോൾ അതിൻ്റെ ഭംഗിയുണ്ടാവും. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, അടിപൊളി വീട് കാണിക്കണേ എന്ന്. അടിപൊളി തന്നെയാണ് ഇന്ന്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൽ. വീടിൻ്റെ മുറ്റത്ത് തന്നെ നല്ല കാഴ്ചകളാണ്. വീടിൻ്റെ മുറ്റം ഭംഗിയായാൽ വീട് ഭംഗിയായി എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നല്ല ലാൻഡ്സ്കേപ്പ്, നാച്ചുറൽ പ്ലാന്റ്സ് ഉണ്ട്. ഒരുപാട് നാച്ചുറൽ പ്ലാന്റ്സ് ഇവിടെ തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഓപ്പൺ കോർട്ട്യാർഡ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ക്ലോസ്ഡ് കോർട്ട്യാർഡ് വരുന്നുണ്ട്. ഈ ഒരു പേൾ ഗ്രാസുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ഈ ഒരു ഭാഗത്തെല്ലാം കൊടുത്തിരിക്കുന്നത് ടെറാക്കോട്ട ജാളികളാണ്, അതുപോലെ സ്റ്റോൺ ക്ലാഡിങ്. ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷനിലുള്ള ആ മാക്സിമം കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള മാസ് വ്യൂ തന്നെയാണ്. എന്തായാലും ഒരു ഭംഗി. ഇതുപോലെ L ഷേപ്പ്, C ഷേപ്പ്, D ഷേപ്പുകൾ, അതുപോലെ ABCD എന്ന് പറയാം അല്ലേ, അടിപൊളി ഡിസൈനുകളാണ് ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും വലിയ അട്രാക്ഷൻ മോഡേൺ വീടുകളുടെ കളറുകൾ തന്നെയാണ്. സാധാരണ വൈറ്റ് സ്കീമിൽ നിന്ന് മാറി ഗ്രേ അല്ലെങ്കിൽ ബേജ് കളർ ടോണിലേക്ക് വരും. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. നല്ല ഒന്നാന്തരം ഗ്രേ ടോണുകൾ മേലെയുള്ള C ഷേപ്പുകളിലേക്കും അതുപോലെ ഇവിടെയുള്ള ഭാഗങ്ങളിലേക്കും കൊടുത്തു. അതുപോലെ വലിയ വിൻഡോകൾ ഉണ്ടാവും. വലിയ വിൻഡോകളെല്ലാം കൊടുത്തിരിക്കുന്നത് അലൂമിനിയത്തിൽ, UPVC അതുപോലുള്ള മെറ്റീരിയലുകളിലാണ്. അതാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിലോ, സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്ന പാറ്റേണുകൾ, കൊടുത്തിരിക്കുന്ന ടൈലുകൾ സാറ്റിൻ ഫിനിഷിലെല്ലാം ടൈലുകൾ വന്നിരിക്കുന്നത്. എന്നാൽ ബോർഡറിലെല്ലാം മനോഹരമായിട്ട് ബീഡിങ് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ടോട്ടൽ ആംബിയൻസ് കളർ വരുമ്പോൾ ഒരു ബേജ് സ്കീമാണ് വന്നിരിക്കുന്നത്. എന്നാൽ എക്സ്റ്റീരിയറിൽ കൂടുതലായിട്ട് ഗ്രേ കളറും വന്നു. സ്റ്റെപ്പുകൾ കൊടുത്തിരുന്ന കണ്ടില്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ മറ്റൊരു റെക്റ്റാങ്കിൾ സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്ന രീതിയിൽ, അതിനിടയ്ക്ക് കാൻറ്റിലിവർ ആയിട്ടുള്ള ഐഡിയ, ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റെപ്പ് കിട്ടി. സാധാരണ വീട് പോലെയല്ല, ഒരു മോഡേൺ വീട്ടിലേക്ക് കയറുന്ന പോലെയാണ് ഈ സ്റ്റെപ്പുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിനെ കൊണ്ടുവന്നു, ഗ്രേ കളർ കൊണ്ടുവന്നു. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് അധികം കാഴ്ചകളുണ്ട് കേട്ടോ. ഇവിടെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ ഉണ്ട്, അതിലേക്ക് നല്ല രീതിയിൽ ഷോ കിട്ടുന്ന രീതിയിലുള്ള അടിപൊളി പ്ലാന്റ്സ് ഇവിടെ സെറ്റ് ചെയ്തു. അതുപോലെ ജാളികളുണ്ട്, വലിയ വിൻഡോകളുണ്ട്. പക്ഷേ എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് തന്നെയാണ്. പ്ലാന്റ്സ് നമുക്ക് വീടുകളിൽ പല രീതിയിൽ സെറ്റ് ചെയ്യാം. അത് വീട് പണി തുടങ്ങുന്ന സമയത്ത് തന്നെ കുറച്ച് ഏരിയകളെങ്കിലും നിങ്ങൾ നട്ടുപിടിപ്പിച്ചില്ലെങ്കിൽ അതിൽ ആ ഭംഗിയിലേക്ക് എത്തില്ല. അപ്പോൾ ഈ വീട് 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പോലും. ഇവിടെ നല്ല പ്ലാന്റുകളുണ്ട്. അതെല്ലാം ഒരു പ്ലാന്റ് വൈബ്. ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്പേസുകൾ ഈ വീട്ടിലുണ്ട് കേട്ടോ. ഇതിലേതാ നാച്ചുറൽ സ്റ്റോണിൻ്റെ ഒരു വാക്കിംഗ് പ്ലേസ് ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ മുറ്റം മുഴുവനായിട്ട് നാച്ചുറൽ സ്റ്റോണുകൾ, പ്ലാന്റ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു വീട് തന്നെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി വീടാകുമ്പോൾ അടിപൊളി സിറ്റ് ഔട്ട് വേണം. സിറ്റ് ഔട്ട് ഗ്രാൻഡ് ആണ്, നല്ല വ്യൂകളുണ്ട്. സ്റ്റോൺ ക്ലാഡിങ്ങിൻ്റെ അടുക്ക് നാച്ചുറൽ പ്ലാന്റ്സും കൂടെ വന്നപ്പോൾ ഒരു ഏരിയ വൈബായി. അതുപോലെ ഹൈറ്റ് ലെവൽ മാക്സിമം ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഈ സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ വീടിൻ്റെ ഹൈറ്റ് പോലെയല്ല, ഈ വീടിൻ്റെ മൊത്തം ഹൈറ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ ഓരോ ഡിസൈൻ എലമെൻറ്റിനും ഷോവാളുകൾക്കും എല്ലാം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ സാധാരണ വീട് പണിയുന്നതിന് പകരം സ്പെഷ്യൽ വീടുകൾ പണിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു വീടിൻ്റെ ഡിസൈൻ തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റീരിയറിൽ ഒന്നെങ്കിൽ സ്പെഷ്യൽ വേണ്ടേ, ഇൻറ്റീരിയറിലുണ്ട് കൂടുതൽ കാഴ്ചകൾ.
വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിന് റൈറ്റ് സൈഡിൽ ലിവിങ്ങും അതുപോലെ ഡൈനിങ് ഇവിടെയും അതുപോലെ സ്റ്റെയർ ഏരിയ ഇവിടെയും കിച്ചൺ ഇവിടെയൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിയ ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 1800-600 ടൈലുകളാണ് കേട്ടോ. ഇതൊരു മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫീൽ നമുക്ക് ഈ വീടിനകത്ത് മുഴുവൻ കിട്ടും. താഴെ നമുക്ക് ക്രീം കളർ ആണെങ്കിൽ സീലിങ്ങിൽ ഗ്രേ കളർ പെയിൻറ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരെയും അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ പോകുന്നത് ഈ ഒരു തൂണിലേക്കും ഈ കാണുന്ന ചെറിയ ലാൻഡ്സ്കേപ്പിലേക്കും ആണല്ലോ. ഇവിടെ നല്ലൊരു തൂണിനെ കവർ ചെയ്ത് വാൾപേപ്പറിൽ ഇതുപോലെ പിക്ചർ ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് കാണാം, പെബിൾസ് കാണാം. ഇതിൻ്റെ ബൗണ്ടറി ആയിട്ടൊരു വുഡൻ ടൈല് കൊടുത്തിരിക്കും. വുഡൻ ടൈലല്ല, വുഡൻ പ്ലങ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഭംഗിയായിട്ട് തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിയ വീടിൻ്റെ ഹാളിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെയും ശ്രദ്ധ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ അകവുമായി ഏറ്റവും ടച്ച് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കോർട്ട്യാർഡാണ്. നമുക്ക് നേരെ വീടിനകത്തേക്ക് കയറുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധ വരുന്ന ഒരു പോർഷനിലാണ് ഈ ഒരു കോർട്ട്യാർഡ് ഉള്ളത്. വലിയ ഒരു കേർട്ടൻ വരുന്ന ഒരു പോർഷൻ ഉണ്ട്. അതുപോലെ സ്ലൈഡിങ് ആയിട്ടുള്ള ഇതുപോലുള്ള വലിയ അലൂമിനിയം വിൻഡോകൾ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഹൈറ്റാണ്, ഡബിൾ ഹൈറ്റിലാട്ടോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതൊരു നല്ലൊരു ലിവിങ്, നമുക്ക് നേരെ വീടിനകത്ത് കയറി ലിവിങ് വേറെ ഡൈനിങ് വേറെ അങ്ങനെ സിസ്റ്റമേ ഇല്ല. ഈ കാണുന്ന ഏരിയ ആണ് ലിവിങ് സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു സിറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ലിവിങ്. ഈ ഒരു വീടിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് ഈ വീട് മൊത്തമായിട്ട് കാണാം. കിച്ചൺ കാണാം, ഡൈനിങ് കാണാം, അതുപോലെ സ്റ്റെയർ കാണാം, അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലേക്കും കാണാം. ഇത്രയും കാഴ്ചകൾ വരുന്ന ഒരു പോർഷനാണ് ഈ കാണുന്ന ലിവിങ് ഹാൾ. ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളോ ഭംഗിയുള്ള സോഫകൾ കണ്ടില്ലേ, അതുപോലെ തന്നെ വലിയ കേർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഗ്രേ വാൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം കണ്ണു വന്നിരിക്കുന്നത് ഈ ഹൈലൈറ്റർ ആയിട്ടുള്ള ഡിസൈനിലാണ്. പ്ലെയിൽ ടെക്സ്ചർ പെയിൻറ്റിലാണ് ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സിമെൻറ്റ് ഫീൽ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ മിററും കട്ട് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അട്രാക്ഷൻ വരിക എന്ന് വെച്ചാൽ നമ്മൾ നേരെ എൻ്റർ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഫേസിൽ വരുന്ന പോർഷനാണ് ഈ ഒരു ഡിസൈൻ. നമ്മളുള്ള ഡൈനിങ് സ്പേസിലാണ്. ഡൈനിങ് സ്പേസിലെ ഏറ്റവും അട്രാക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് നേരെ മെയിൻ ഹാളിൽ തന്നെയാണല്ലോ. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ കിട്ടുന്ന രീതിയിൽ വലിയ വിൻഡോകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലിവിങ്ങിൽ നിന്ന് നമ്മൾ കണ്ട പോലെ ഓപ്പൺ സ്പേസ് ആണ്. മേലേക്ക് നമുക്ക് കാണാൻ പറ്റും, ഒരു ആംബിയൻസ് കിട്ടും. അതുപോലെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ലാൻഡ്സ്കേപ്പാണ്, പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ നല്ല ജാളികളൊക്കെ കൊടുത്ത് ഈ ഒരു ഭാഗം ഭംഗിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ നിന്ന് എടുത്ത് പറയേണ്ടത്, ഇവിടെ ഒരു കൺസോൾ യൂണിറ്റ് കൊടുത്തു, ആർട്ട് വർക്ക് കൊടുത്തു. ഈ ഒരു വീടിൻ്റെ മെയിൻ ഹാൾ ഇത്രയും വിശാലമാണ്, ഓപ്പൺ ആണ്. പക്ഷേ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഒരു റൂമിലേക്കും നമുക്ക് ഡയറക്റ്റ് വ്യൂ വരാത്ത രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രൈവസി കൂടെ കണ്ടിട്ടാണ് ആ രീതിയിൽ ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവസി, അത് ഈ ഒരു വാഷ് ഏരിയ കൂടെ പ്രൈവസി വരുന്ന രീതിയിൽ അങ്ങനത്തേക്ക് തള്ളിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാളിൽ നല്ലൊരു പാനലിങ് കൊടുത്തിട്ടുണ്ട്, ബ്ലൂ കളറിലാണ്. അതിലൊരു ഓവൽ മിററും കൊടുത്തപ്പോൾ ഈ ഒരു ഏരിയ ഭംഗിയായില്ലേ. കിച്ചൺ ഓപ്പൺ കിച്ചണാണ്. നല്ലൊരു ആർക്കിട്രൈവിൻ്റെ കൂടെ അകത്ത് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ തീമാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷൻ ആണ് ഇതിന് മൊത്തം ഡിസൈനിൽ വന്നിരിക്കുന്നത്. സെൻറ്ററിലെല്ലാം ഐലൻഡ് കാണാം. ഐലൻഡ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് ലപ്പോത്ര ഹൈറ്റ് കൂടിയ ഒരു പോർഷനും അതുപോലെ തന്നെ ഒരു ടേബിൾ പോർഷൻ ഇവിടെ ഒരു എൽ ഷേപ്പിലുമാണ് കൊടുത്തിട്ടുള്ളത്. 4 ചെയറുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വലിയൊരു യൂണിറ്റ് നമുക്ക് കാണാം. ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ്. ഇതിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലാണ് കുറച്ച് ഓവന് അതുപോലെ തന്നെ ക്രോക്കറി ഷെൽഫ് കാര്യങ്ങളൊക്കെ വരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് എക്സ്ട്രാ വരുന്ന ക്യാബിനറ്റുകൾ വരുന്നത്. താഴെ വരുന്ന യൂണിറ്റുകളെല്ലാം PVC മൈക്കയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ എഡ്ജ് കാര്യങ്ങളൊക്കെ കർവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഗ്ലാസ് ആയിട്ടുള്ള ടോപ്പുകളാണ് മേലെ വന്നിരിക്കുന്നത്. ഈ ഭാഗത്തൊരു വെനീഷ്യൻ ബ്ലൈൻഡ്സ് കവർ ചെയ്തിരിക്കുന്ന വലിയ വിൻഡോ കാണാം. അതുപോലെ ഈ ഒരു സൈഡിൽ അപ്പർ ഷെൽഫുകളും ഗ്ലോസി ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ എല്ലാവരെയും കണ്ടു വന്നിരിക്കുന്നത് ഈ കാണുന്ന പാറ്റേൺ ടൈലാണ്. ഭംഗിയായിട്ട് തന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ കീപ്പ് ചെയ്യാൻ അതിന് സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ലൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം സ്പോട്ട് ലൈറ്റുകളാണ്. അതായത് ട്രാക്ക് ലൈറ്റിൽ മാഗ്നറ്റിക് ട്രാക്കുകളാണ് കൊടുത്തത്. ഈ വീടിൻ്റെ മൊത്തം ഇൻറ്റീരിയറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കത് കാണാൻ പറ്റും. അതുപോലെ സിലിണ്ടറിക്കൽ ലൈറ്റുകൾ കുറച്ച് ഈ സെൻറ്ററിലും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇൻറ്റീരിയർ ഭംഗിയാക്കിയിട്ടുള്ളത്. ഈ ഒരു കിച്ചൺ കൂടാതെ എക്സ്ട്രാ ഒരു വർക്ക് ഏരിയയും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ മെയിൻ ഹാളിലെ മറ്റൊരു കാഴ്ചയാണ് ഈ കാണുന്ന ലൂവേഴ്സ്. ഈ കാണുന്ന ലൂവേഴ്സിനകത്തൊരു ഹിഡൻ ഡോർ വരുന്നുണ്ട്, പ്രെയർ ഏരിയ കേട്ടോ അങ്ങോട്ട് വരുന്നത്. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ ഏരിയ ആണ്. വലിയ സ്റ്റെയർ ആണ്, വുഡൻ സ്റ്റെയർ ആണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പുകളും റൈസറും അതുപോലെ ഹാൻഡ് റെയിലും എല്ലാം വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അട്രാക്റ്റീവായിട്ട് നമുക്ക് പറയേണ്ട കാര്യം, ഇതിൻ്റെ ബിഹൈൻഡിൽ വരുന്ന വോള് ടെക്സ്ചർ പെയിൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതൊരു സിമെൻറ്റ് ടെക്സ്ചർ ഐഡിയയിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്.
ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ബെഡ്റൂമാണ് ഏകദേശം 10x10 സൈസിലുള്ള ഒരു ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഭാഗത്ത് വലിയ പ്ലീറ്റഡ് കർട്ടൻ കൊടുത്തിരിക്കുകയാണ്. ഇത് ബ്ലാക്ക് ഔട്ട് പർപ്പസ് ആട്ടോ, അതായത് ഇതിനകത്ത് വെളിച്ചം കടക്കുകയില്ല. അതുകൊണ്ട് റൂം അത്രക്ക് നമുക്ക് ഹാളിനെ പോലെയല്ല. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഹെഡ് ബോർഡ് വരുമ്പോൾ ടെക്സ്ചർ പെയിന്റിൽ നല്ലൊരു ഡിസൈൻ നിങ്ങൾക്ക് കാണാം. കുറച്ച് സ്ട്രിപ്പ് ഡിസൈനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കൂടെ ഒരു CNC വർക്ക് PVC-യിൽ ചെയ്ത് ബ്ലാക്ക് പെയിന്റഡ് ആട്ടോ. അതാണ് അതിൻ്റെ ആ ഒരു ഭംഗി കാണുന്നത്. ഈ ഒരു വാളിലെ ഡിസൈൻ സിമ്പിൾ ആണെങ്കിലും അത് ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ്. വലിയ വിൻഡോയെ കവർ ചെയ്തിട്ടുണ്ട്, റോമൻ ബ്ലൈൻസ് ഉണ്ട്. അതുപോലെ നല്ല കാൻഡിലിവർ ആയിട്ടുള്ള ബെഡ് കോട്ട് വരുന്നു. ഹെഡ് റെസ്റ്റ് കുഷ്യനിൽ ചെയ്തിരിക്കുന്നു, ടോപ്പ് വുഡിൽ കവർ ചെയ്തിരിക്കുന്നു. അതുപോലെയാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ആംബിയൻസ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്, മിറർ ഈ ഒരു സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള റൂമുകൾ ചെയ്യുമ്പോൾ പലപ്പോഴും വാർഡ്രോബ് എവിടെ എന്ന് ചോദിക്കാറുണ്ട്. വാർഡ്രോബ് പലപ്പോഴും സെപ്പറേറ്റഡ് ആയിട്ട് തന്നെയാണ് കാണാറുള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ പാസേജിലാണ് വാർഡ്രോബ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൂം ഡിസൈൻ ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ പൊതുവേ നമുക്ക് വാളുകളുടെ ഹിഡൻ പ്രൈവസിക്ക് വേണ്ടിയിട്ടുള്ള വാളുകൾ ആഡ് ചെയ്യും. അങ്ങനെ തന്നെയാണ് ഈ ഒരു സ്പേസ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. 10x10 സൈസ് തന്നെയാണ്, വലിയൊരു റൂമാണ്. ഇതിൻ്റെ ബെഡ് കോട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലേസ് കൂടാതെ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, അറ്റാച്ച്ഡ് ടോയ്ലറ്റും സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ ഈ 10x10 കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു പ്ലേസ് തന്നെ കിട്ടും. ഇതിനകത്ത് ഹെഡ് ബോളിൽ കണ്ടില്ലേ, നല്ല ഹെഡ് ബോർഡ് മൈക്കയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഹെഡ് ബോളിൽ പൂർണ്ണമായിട്ട് ടെക്സ്ചർ ഡിസൈൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സെൻറ്ററിൽ വരുന്ന പാനലിങ്ങിലാണ് PVC-യിലാണ് ചെയ്തതെങ്കിൽ സൈഡിൽ വരുന്നതെല്ലാം പാനലിങ് ചെയ്ത് അതിൽ ടെക്സ്ചറാട്ടോ ചെയ്തിരിക്കുന്നത്. അത് മുഴുവനായിട്ട് ഈ ഒരു ഹെഡ് വാളിൻ്റെ കളർ കോമ്പിനേഷനെ ബാധിക്കും. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫാബ്രിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സൈഡിൽ കാണുന്ന സൈഡ് ടേബിൾ കണ്ടില്ലേ, ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ഡിസൈനിന് മാച്ച് ചെയ്യിച്ചിട്ടുണ്ട്. അതിൻ്റെ ഹാൻഡിലുകളെല്ലാം അടിപൊളി തന്നെ. അതുപോലെ നിങ്ങളുടെ എല്ലാം ശ്രദ്ധ വന്നിരിക്കുന്നത് ഇവിടെയുള്ള ലൈറ്റുകൾ എന്താണ്, ഈ ഒരു പ്രത്യേക ഫീലിൽ ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്ന COB ലൈറ്റ്സ് ആണ്. ഈ വീടിൻ്റെ ബെഡ്റൂമുകളിലെല്ലാം COB ലൈറ്റ്സ് ആണ്. അതൊന്ന് സ്പോട്ടായിട്ടാണ് വരിക. അതുപോലെ എക്സ്ട്രാ ആംബിയൻറ്റ് ലൈറ്റുകൾ ഇങ്ങനെ സ്പോട്ടായിട്ട് നമുക്ക് കാണാം. അതുപോലെ വലിയ കേർട്ടൻസ് ആണ്, പ്ലീറ്റഡ് ആണ്. ഇതിന് പുറമെ നമുക്ക് ഇവിടെയൊക്കെ ഷിയറുകളും കാണാം. ഈ രീതിയിലാണ് ഈ റൂമിൻ്റെ ഒരു ആംബിയൻസ്. പിന്നെ റൂമിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു ഭാഗത്താണ് സ്ലൈഡിങ് വാർഡ്രോബ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഈ ഒരു സൈഡിലും കൊടുത്തിരിക്കുകയാണ്. വിശാലമായിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. ഇവിടെ ആംബിയൻസ് എന്താണെന്ന് വെച്ചാൽ ഈ റൈറ്റ് സൈഡിലേക്ക് വലിയ ഗ്ലാസ് വ്യൂ ഉള്ളത് കൊണ്ട് നല്ല വ്യൂ കിട്ടും. അതുപോലെ നല്ല ലൈറ്റും കിട്ടും. ഈ ഒരു ഏരിയ അട്രാക്റ്റീവ് ആക്കിയാണ്. ഇത് ലിവിങ്ങിൽ നിന്ന് നേരെ കാണുന്ന പോർഷനാണ്. നമ്മളിതാ സ്റ്റെയറിലൂടെ നേരെ കയറി വന്നു, നേരെ ഈ റൂമിലേക്കാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള റൂം, സിമ്പിൾ റൂം എന്ന് പറയുമ്പോൾ ഇതാണ്. ഒരു ബെഡ് കോട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വോൾ ജസ്റ്റ് ടെക്സ്ചർ ചെയ്തിട്ടുള്ളൂ. അതുപോലെ വുഡൻ ബീഡിങ് കൊടുത്തു, ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ വലിയ കേർട്ടൻസ് കൊടുത്തു. മേലെ നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ സ്പോട്ട് ആൻഡ് മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് കൊടുത്തു. ഇത്ര സിമ്പിളാണ് റൂം. അതുപോലെ ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ഭാഗത്ത് വാർഡ്രോബ് ഏരിയ വരുന്നുണ്ട്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറം വീടിൻ്റെ മൊത്തം പെയിൻറ് എഫക്റ്റ് പ്യുർ വൈറ്റ് കൊടുക്കാതെ കുറച്ചൊരു ഗ്രേ ടച്ച് കൊണ്ടുവന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ പ്രധാനപ്പെട്ട ഒരു റൂമിലാട്ടോ. ബ്ലൂ കളർ സ്കീമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എക്സ്ട്രാ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഹെഡ് വാളിൽ വന്നിരിക്കുന്ന ഡിസൈനാണ്. ഈ ഒരു ഭാഗത്ത് വാൾപേപ്പർ ആട്ടോ ഡിസൈനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ലൈറ്റ് മേലേക്ക് ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ സൈഡിൽ 2 സ്പോട്ട് കൊടുത്തു ഭംഗിയാക്കി. അതുപോലെ വലിയ കേർട്ടൻ, പ്ലീറ്റഡ് കർട്ടൻ ഇവിടെയും വന്നിരിക്കുകയാണ്. ഈ ഒരു റൂം ഏകദേശം 10x10 സൈസ് തന്നെയാണ്. അതുപോലെ തന്നെ ഓരോ ഭാഗത്തും എടുത്തു പറയാൻ നമുക്ക് ഇവിടുത്തെ ലൈറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. കൂടുതൽ ലൈറ്റുകൾ കാര്യങ്ങളൊന്നുമില്ല, ആവശ്യത്തിനുള്ള ലൈറ്റുകൾ മാത്രം. അതാ ഈ ഒരു പെയിൻറ് ഫിനിഷിനെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ ഗ്രേ ടോണിൽ നിന്ന് ചെറിയൊരു ബേജ് ടോണിലേക്ക് ഈ പെയിൻറ് മാറി. ഈ ഒരു ഭാഗത്ത് വാർഡ്രോബ് സ്ലൈഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിറർ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഈ വീട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത റിഞ്ചാസ് അഹമ്മദും അമീൻ അഷ്റഫുമാണ് കൂടെ ഉള്ളത്. ഒരു വെറൈറ്റി വീട്. സാധാരണ നമ്മൾ വീടുകൾ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ വീടുകളാണല്ലോ. ഇതൊരു മോഡേൺ വീട്, മോഡേൺ ടച്ച് എലമെന്റ്സ് എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ ഈ ഒരു ഐഡിയയിലെത്തി? ഇത് കൂടുതലും നമ്മളെ ക്ലയൻറ്റിൻ്റെ കൂടുതൽ പ്ലാനിങ് കൂടുതൽ അവർ തന്നെയാണ്, സജഷൻസ് കൂടുതലൊക്കെ അവർ തന്നെയാണ്. ഓക്കെ. പിന്നെ നമുക്ക് ആദ്യം പ്ലോട്ട് തരുന്ന സമയത്ത് ഇത്രയും ഇനിയും സംഭവങ്ങൾ വേണം എന്നുള്ളത് പോലെ റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓലെ കൂടെ നിന്ന് ജോയിൻ ചെയ്തിട്ടാണ് കൂടുതൽ നമ്മൾ പ്ലാൻ ചെയ്തത്. ഓക്കെ. ഇതിനകത്ത് കുറെ പ്ലാൻസ്, എങ്ങും പ്ലാൻസ്, ഒരു പ്ലാൻസ് അവരുടെ റിക്വയർമെന്റ് തന്നെയാണോ? അവർക്ക് ഒരു ട്രഡീഷണൽ ഒരു ഫീലിംഗ് ആണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. പ്ലാൻസ് കുറെ ആഡ് ചെയ്ത് അല്ലേ? ഓക്കെ. ക്ലാഡിംഗ് സ്റ്റോൺ ഉണ്ട്, ജാളികളുണ്ട്, അതുപോലെ ഓപ്പൺ കോർട്ട്യാർഡ് ഉണ്ട്. വിൻഡോകൾ കൂടുതലും ഇതുപോലെ ടഫൺ ഗ്ലാസ്സിൽ UPVC ടഫൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതുപോലെ ഇതിന്റെ മൊത്തം സ്ട്രക്ചറിൽ സ്പെഷ്യൽ ഡിസൈനുകൾ ട്രോപ്പിക്കൽ വന്നു.
അതുപോലെ സ്ട്രൈറ്റ് ലൈൻ വന്നു, കുറെ ഞാൻ നേരത്തെ പറഞ്ഞ ABC എല്ലാം ഉണ്ട്, ABCD ഒക്കെ ഉണ്ട്. എല്ലാ ഡിസൈൻ എലമെന്റ്സും കൂടെ ചെയ്തിട്ടുള്ള വർക്കാണ്. അത് ഭംഗിയായി മാറി. നിലവിലിപ്പം പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്കുള്ള എല്ലാ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഓലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓലായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാക്സിമം നമ്മൾ എന്താ വെച്ചിട്ട് ഓലെ അഭിപ്രായങ്ങൾ എങ്ങനെയാ നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ വീട് അടിപൊളി. ഇതുപോലെ ഇതിപ്പോ 2 വർഷം ആയെന്ന് തോന്നുന്നു അല്ലേ? ഇതുപോലെ എവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ? നിലവിലിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുൾ പ്രൊജക്റ്റ് ആയിട്ട് നമുക്ക് കോട്ടയം ചെയ്യുന്നുണ്ട്, വയനാട് ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരള, മലപ്പുറം, കോട്ടയം, വയനാട് എല്ലാ 4 ജില്ലകളിലായിട്ട് ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ട് വർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എവിടെ വേണമെങ്കിലും ഇതുപോലെ വർക്ക് ചെയ്തു കൊടുക്കാം. ചെയ്തത്. പിന്നെ നിങ്ങൾ രണ്ടാളും ഒരു കോ വെഞ്ചർ ആണ്. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് നിങ്ങൾ? നമ്മളെ IB ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞ ഫേമാണ് നമ്മളത്, അതേപോലെ സോളിഡ് ബിൽഡേഴ്സ്. ഈ 2 സ്ഥാപനം കൂടെ ആണ് ഇതുപോലുള്ള വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ഇതുപോലുള്ള വീടുകളൊക്കെ വേണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യട്ടെ. താങ്ക് യു. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീട് ഐഡിയകൾ ഇനിയും നമ്മളെ പേജിൽ വരും. ഫോളോ ചെയ്ത് ഇഷ്ടപ്പെട്ട് കൂടെ തന്നെ നിൽക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.